ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമുണ്ടോ വീഡിയോ ചെയ്യുന്നത്. കുറച്ചധികം തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. എടുത്തു വെച്ച വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ എനിക്കുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നോമ്പുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഒരു സുന്നത്ത് നോമ്പുള്ള ദിവസമാണ്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. 2 റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേക്ക് കാക്ക സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഞാൻ ഡ്രിങ്കായിട്ട് ഒരു കസ്റ്റർഡ് ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 പാക്കറ്റ് പാൽ, അതായത് 1 ലിറ്ററിൻ്റെ അടുത്ത് പാൽ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. ഇനി നമുക്ക് കസ്റ്റർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പം വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിന് 4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഇതിൽ 5 ടീസ്പൂൺ എടുക്കുന്നതായിട്ട് കാണാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് സ്പൂൺ അളവ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കേണ്ടി വന്നത്. ഇപ്പോൾ എൻ്റെ മോനിവിടെ കസ്റ്റർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളെടുത്ത് പോവുക കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് പൗഡർ രസമൊന്നും ഇല്ല എന്ന് പറഞ്ഞോന്. നമ്മൾ പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ആക്കി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിത് ഇപ്പോൾ പച്ചവെള്ളത്തിലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. വെള്ളത്തിലോ പാലിലോ എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഈ പൊടി ഇട്ടതിന് ശേഷം കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം. ഒരു കട്ട പോലും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കിയാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ പാല് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കണമെന്നില്ല കേട്ടോ, നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ആക്കിയിട്ടുള്ളത്. കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് പിന്നെ കുടിച്ചപ്പോൾ തോന്നി. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര അധികം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് പഞ്ചസാര കലങ്ങിയതിന് ശേഷം നമ്മുടെ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായി വരുമ്പോഴേക്ക് തന്നെ ഈ പാലൊന്നായിട്ട് ഒരു കുറുങ്ങനായി വരും, കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ. അതാണ് നമ്മുടെ പാകം. എന്നിട്ട് കുറേ സമയം തിളയ്ക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ കസ്റ്റാർഡ് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. എന്നിട്ട് മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റർഡ് ഡ്രിങ്ക് പാകാക്കിയിട്ട് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ്റെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. കൈ കൊണ്ട് മിക്സാക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ഈവണായിട്ട് സ്പ്രെഡ് ആയിക്കോളും. ഇനി അതിലേക്ക് ചേർത്തുന്നത് കോൺഫ്ലോറാണ്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനൊരു കോട്ടിങ് വേണം. അപ്പോൾ കോട്ടിങ് ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കോട്ടിങ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ഈ ഒരു റെസിപ്പി ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ഞാൻ കടായി ചിക്കൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി തോന്നാറുള്ളത്. എനിക്ക് ചിക്കൻ ഒരു 3-4 പീസ് ഉള്ളപ്പോൾ വരെ നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഒന്നുമില്ല. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയുള്ളി, ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് കേട്ടോ 3 എടുത്ത്. വലുതാണെങ്കിൽ 2 മതിയാകും. പിന്നെ അതാ 2 തക്കാളി ഉണ്ട്. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങൾ ചതയ്ക്കണം എന്നൊന്നുമില്ല. ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് അതൊന്ന് ഒരു 1-2 പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞാൽ മാത്രം മതി. ഈ ഒരു ചെറുങ്ങനെ ഒരു വലിയ പീസിൽ കിടക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഗ്രേവി, അതായത് ഈ കറിയിൽ വെളുത്തുള്ളി കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ പൊരിക്കാൻ വെച്ച ചിക്കനെല്ലാം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ചെറിയൊരു കോട്ടിംഗ് ഉണ്ട് ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിത് മാറ്റി വെക്കാണ്.
ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ കടായി ചിക്കൻ. ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 തണ്ട് കറിവേപ്പില ആയിക്കോട്ടെ. അവസാനമാണ് ഞാൻ ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി എപ്പോഴും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വഴന്ന് വന്നോളണമെന്നില്ല. കാരണം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒരു വാട്ടറി ആവുമല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1-2 ടീസ്പൂണ് മുളക് പൊടി, ഗരം മസാല, പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഇപ്പം അറിയാമല്ലോ, നോമ്പ് തുറക്കുമ്പോഴേക്കും ഇതൊക്കെ റെഡിയായി കിട്ടണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പണി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്യുകയാണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട്. എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടി ചേർത്തിട്ട് ഞാനൊരു ടേബിൾ സ്പൂണോളം സോയാ സോസും ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതും കൊണ്ട് എനിക്ക് ഏകദേശം അളവ് എനിക്ക് അറിയാം കേട്ടോ. അത് സ്പൂണൊന്നും എടുക്കാതെ ഇടുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഗ്രേവി ടൈപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത ഓയിലും കൂടെ കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്, കുറച്ചൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്ത ഓയിലാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. അതായത് നമ്മൾ പൊരിച്ച ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും ഉണ്ടാകും. കുറച്ചും കൂടി ഒന്ന് ഓയിലി ആവുകയും ചെയ്യും. വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കാൻ യാതൊരു നിർവാഹവും ഇല്ല, നമുക്ക് നോമ്പുള്ളതുകൊണ്ട്. അപ്പോൾ മോനെ കൊണ്ട് ഉപ്പ് നോക്കിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചിക്കനിലേക്കും ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്മാക്കി വെക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ തിളയ്ക്കണം. പിന്നെ ഇതെൻ്റെ മോനാണ്, മൂത്ത ആളാണ്. മൂപ്പരാണ് എനിക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോമ്പ് വൈകുന്നേരമാണ് വന്നത്. ഏകദേശം ഒരു 3 മണിയായിരിക്കുന്നു വന്നിട്ട്. വന്നതിന് ശേഷമാണ് ഈ പണികളൊക്കെ എടുക്കുന്നത്. അപ്പം ഒരാൾ ഹെൽപ്പ് ചെയ്യാണ്ട് എനിക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എൻ്റെ പണിയൊന്നും തീരൂല. അപ്പോൾ അതുകൊണ്ടാണ് ഓന് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബീഫറ്റ് കട്ട് ചെയ്യുന്ന മാതിരിയാണ് വത്തക്ക മുറിക്കുന്നത് ആൾ. ഏതായാലും അപ്പോൾ അത് അവൻ നോക്കിക്കോളും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് തണുപ്പിക്കാൻ വെച്ചായിരുന്നല്ലോ. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ ഗാർണിഷിൻ്റെ സാധനമാണ് കേട്ടോ. അത് കസ്കസാണ്, ബ്ലാക്ക് കസ്കസ്. ഇത് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുകയാണ്. എന്നാലേ നമുക്ക് ആ ഡ്രിങ്കിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇങ്ങനെ കുതിർന്ന് വരും. വേഗം തന്നെ വരും കേട്ടോ, ഇപ്പം തന്നെ റെഡിയായി വരും. ആ ഒരു സമയത്തേക്കും നമ്മുടെ കടായി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചിക്കനിലേക്കും കൂടി ഇതിൻ്റെ എല്ലാ മസാലയും ഒന്ന് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവസാന സ്റ്റെപ്പായിട്ട് ഒരു പിടി മല്ലിയിലയും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ തൂകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ 1 ടീസ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അടച്ച് വെച്ച് 1, 2, 3 തിള തളിച്ചതിന് ശേഷം ഇത് ഓഫാക്കി വെക്കുക. നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേക്കും സമയം ഏകദേശം ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതെപ്പോഴും ശ്രദ്ധിക്കുക, നല്ലോണം തണുത്തതിന് ശേഷം കഴിക്കാനാട്ടോ ഇത് ഏറ്റവും രസമുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ. അതിന് ശേഷം നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ക്യാരറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ ഈ ചോപ്പിങ്ങിൻ്റെ ആ സാധനം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ചെറിയൊരു പീസ്
അത് ആപ്പിളാണിത്. മോനെ ഏൽപ്പിച്ചത് കൊണ്ട് ഓന് തോടടക്കം കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോല് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച കസ്കസും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നല്ല തണുപ്പ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചില്ലാക്കിയിട്ട് കുടിക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാം. അപ്പം തണുപ്പില്ലാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പലഹാരങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയതെല്ലാം എല്ലക്കാകെ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം നോമ്പല്ലേ, ജോലി കഴിഞ്ഞ് വന്ന് അറിയാലോ ഭയങ്കര ടയർഡായിരിക്കും. അപ്പോൾ അതൊന്നും ഉണ്ടാക്കേണ്ട, എന്തെങ്കിലും വാങ്ങി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വെച്ചാട്ടോ. അപ്പോൾ അതാ മോന് ലൈം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് കുടിക്കുന്നത്. പിന്നെ അതാ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്കാണത്. അപ്പം ഇനി നോമ്പൊക്കെ വരികയാണല്ലോ, അതിലേക്ക് എപ്പോഴെങ്കിലും ഒന്നത് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. ഇതിനേക്കാളും ഇവിടെ ത്രില്ല് എൻ്റെ മക്കൾക്കാണ് കേട്ടോ. കാരണം ഞാൻ നോമ്പിടിക്കാമെന്ന് പറയുമ്പം അവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്. കാരണം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വൈകുന്നേരം ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്നതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് പോയത്. പാത്രമൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ സമയം അടുക്കളയിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാത്രങ്ങൾ നിറയുമല്ലോ. അപ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ് ഈ കിച്ചൺ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോമ്പിൻ്റെ സമയത്താട്ടോ അധികം. കാരണം അത് അപ്പോൾ തന്നെ ഞാൻ ചിലപ്പോഴൊന്നും കഴുകി വെക്കാറില്ല. എന്താ വെച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്കുള്ള സമയമാകുമ്പോഴേക്കും എല്ലാം റെഡിയായി പോകണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ടിഫിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പം കിച്ചൺ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞു. കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ തന്നെ നല്ലൊരു സമാധാനം കേട്ടോ. കിച്ചൻ്റെ എന്നല്ല, നമ്മുടെ പകുതിയിലധികം പണികൾ തീർന്ന പോലൊരു ഫീലിംഗാണ് കിച്ചൺ ഒന്ന് ക്ലീനായി കിടന്നാൽ. അപ്പോൾ അതാ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു, നല്ല വൃത്തിയാക്കിയിട്ടു. അവിടെ അടുത്തുള്ള ടൈൽസും കൂടി തുടച്ചു കേട്ടോ. പാത്രം കഴിക്കുമ്പോൾ എന്തായാലും തെറിക്കും. അപ്പം ആ പണിയും കൂടി അവിടെ തീർത്തു. അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ പത്തിരിയിലേക്ക് നിന്നത്. ഇപ്പോൾ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഇതേപോലത്തെ ചോറൊന്നും എന്തായാലും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, അപ്പം അതിലേക്ക് നല്ല അടിപൊളിയാട്ടോ. പത്തിരിയും ആ ചിക്കൻ്റെ ഗ്രേവിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കുകയാണ് രാത്രിയിലേക്ക്. അപ്പം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാത്രി ചോറിന് പകരം എന്തുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. എന്നും ചോറാണല്ലോ, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അതും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും സൈഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ജോലിയുള്ള ദിവസങ്ങൾ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ടയേർഡ്നെസ്സാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിൽ അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.